വന്നു കഴിഞ്ഞ വാർത്തകളെയാണ് നമ്മൾ സാധാരണയായി പരാമർശിക്കാറ്. ഇപ്പോൾ പറയാൻ പോകുന്നത് വരാതെ പോയ ഒരു വാർത്തയെപ്പറ്റിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, സെപ്റ്റംബർ 11 മാധ്യമങ്ങൾ ഇക്കുറി മറന്നു അല്ലെങ്കിൽ മറച്ചു. 2001 സെപ്റ്റംബർ 11 ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ടു. അമേരിക്കയോടുള്ള യുദ്ധമെന്ന് സർക്കാരും മാധ്യമങ്ങളും അതിനെ വിളിച്ചു. മറക്കില്ലൊരിക്കലുമെന്ന് നിരന്തരം പറഞ്ഞു. 2018 US ഉപതെരഞ്ഞെടുപ്പ് കാലത്താണ് ഒടുവിൽ ഇത്തരം കൂട്ട ഓർമ്മപ്പെടുത്തൽ ഉണ്ടായതെന്ന് തോന്നുന്നു. പിന്നീട് ഇപ്പോൾ 3-4 വർഷമായി ആ ഓർമ്മ ഇല്ലാതാവുകയാണ്. ആ ഓർമ്മകൾ കൊണ്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞതാവാം കാരണം. Less than a month after the attacks, the US began military action in Afghanistan. ഭീകരാക്രമണം നടന്ന് ഒരു മാസം തികയും മുൻപേ അമേരിക്കൻ പട അഫ്ഗാനിസ്ഥാനിലെത്തി. ആ രാജ്യത്തെ ആകെ തകർത്ത ശേഷം കഴിഞ്ഞ വർഷം അമേരിക്ക പിൻവലിഞ്ഞു. Afghanistan dragged on for another 10 years, ending in a Taliban victory. The September 11th attacks were a profound shock, with images playing out on TV. In the aftermath, lawmakers rushed to overhaul national security laws with little or no debate. തോന്നിയ പോലെ കരിനിയമങ്ങൾ ഉണ്ടാക്കുക, നിയമം നോക്കാതെ ആരെയും എവിടെയും കൊല്ലുക തുടങ്ങിയ രീതികൾ അമേരിക്ക മറ്റ് രാജ്യങ്ങളെയും പഠിപ്പിച്ചു. വാർ ഓൺ ടെറർ എന്ന ഒറ്റ മന്ത്രം കൊണ്ട് നിയമം നോക്കാതെ അഫ്ഗാനെ ആക്രമിച്ച അമേരിക്ക നുണകൾ പറഞ്ഞ് ഇറാഖിനെയും കയ്യേറ്റം ചെയ്തു. The invasion of Iraq in 2003 overthrew Saddam Hussein, who was later captured and executed. But it produced no weapons of mass destruction. 200,000 Iraqis and more than 4,000 US troops were killed. The naval base at Guantanamo Bay, Cuba, became a prison where so-called ഗ്വണ്ടാനമോ എന്ന പീഡനയറ അമേരിക്കയുടെ പൈശാചികതയ്ക്ക് സാക്ഷിയായി ഇന്നുമുണ്ട്. ഇറാഖിലെ അബു ഖുറൈബും മറ്റൊരു ഭീകരയറ. Prison in Iraq appalled many in the US and around the globe. But at the same time in the US, veneration of the military grew. സൈന്യങ്ങളും സൈനികരും പെരുകി, യുദ്ധങ്ങൾ മുറുകി, ആയുധ കച്ചവടം പൊടിപൊടിച്ചു. ഉദാഹരണത്തിന് 2019 മാത്രം ലോകത്ത് $11,800 കോടി ആയുധ വ്യാപാരം നടന്നു. ആയുധ കമ്പനികൾ കൊഴുത്തു. ഇറാഖും യമനും അഫ്ഗാനും സിറിയയുമൊക്കെ ബോംബ് വർഷം കൊണ്ടും പട്ടിണി കൊണ്ടും നരകിക്കുന്നു. The UN says that by the end of 2021, 377,000 people had died in the Yemeni civil war, with around 150,000 of those civilians. The majority died from hunger and disease caused by the humanitarian disaster, while around 15,000 have died as a result of military action, many in airstrikes by the Saudi-led coalition. മാധ്യമ സ്വാതന്ത്ര്യത്തിന് പലതരം വിലങ്ങുകൾ. ഇറാഖിൽ US അധിനിവേശം തുടങ്ങിയ ഉടനെ അവർ കൊന്നവരിൽ അൽ ജസീറയുടെ താരിഖ് അയ്യൂബുമുണ്ട്. ആദ്യത്തെ 2.5 വർഷം കൊണ്ട് മാത്രം അമേരിക്ക ഇറാഖിൽ കൊന്നത് ചുരുങ്ങിയത് 13 മാധ്യമപ്രവർത്തകരെ. മാധ്യമപ്രവർത്തകർ കൂടുതൽ കൊല്ലപ്പെട്ട സ്ഥലമായി അത്. അമേരിക്ക പറഞ്ഞ കഥകൾ മാത്രം വിശ്വസിക്കേണ്ടി വരുന്ന അവസ്ഥ. നുണപ്രചാരണങ്ങൾക്ക് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചു. യുദ്ധപ്രഭുക്കളെ രക്ഷകരാക്കി അവതരിപ്പിച്ചു. US പ്രസിഡന്റ് ബുഷും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബ്ലെയറും മറ്റും പറഞ്ഞ നുണകൾ പിന്നീട് പൊളിഞ്ഞു. പക്ഷെ ഭീകരത എല്ലാറ്റിനും മറയായി. 2011 മലേഷ്യയിൽ നടന്ന യുദ്ധക്കുറ്റ വിചാരണയിൽ ബുഷും ബ്ലെയറും യുദ്ധക്കുറ്റം ചെയ്തതായി ട്രൈബ്യൂണൽ കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇതേപ്പറ്റി നാം കൂടുതൽ കേൾക്കുന്നില്ല. മാധ്യമ വാർത്തകളിൽ നിന്നും ചർച്ചകളിൽ നിന്നും അത് കാണാതായി. ബ്രിട്ടനിൽ തന്നെ 2016 സർ ജോൺ ചിൽക്കോട്ട് കമ്മിറ്റിയുടെ അന്വേഷണ റിപ്പോർട്ടും ബുഷിനെയും ബ്ലെയറെയും കുറ്റപ്പെടുത്തി. At the time, Tony Blair was his willing accomplice. The inquiry was headed by Sir John Chilcot. There are many lessons set out in the report. ഈ റിപ്പോർട്ട് പുറത്തു വരും മുൻപേ ബ്ലെയർ മാപ്പ് പറഞ്ഞ് മാന്യനാകാൻ നോക്കി. I apologize for the fact that the intelligence we received was wrong. I can also apologize, by the way, for some of the mistakes in planning. അമേരിക്കയിൽ കൗണ്ടർ ടെററിസം മേധാവിയായിരുന്ന റിച്ചർഡ് ക്ലാർക്കും ബുഷിനെ യുദ്ധക്കുറ്റവാളിയായി കണ്ടു. ബെർലിനിലെ മനുഷ്യാവകാശ ഗ്രൂപ്പ് ബുഷ് ഭരണകൂടത്തിനെതിരെ കേസ് കൊടുത്തു. കഴിഞ്ഞ 21 വർഷം കൊണ്ട് വസ്തുതകൾ ഏറെക്കുറെ വ്യക്തമായി. അവർ യുദ്ധക്കുറ്റവാളികൾ തന്നെ. കുറ്റം മറച്ചു പിടിക്കാൻ അവർ മാധ്യമങ്ങളെ വരുതിയിലാക്കി. കുറെ ജേർണലിസ്റ്റുകളെ ഇല്ലാതാക്കി. വ്യക്തമായ യുദ്ധക്കുറ്റ തെളിവ് പുറത്തുവിട്ട ജൂലിയൻ അസാഞ്ചിനെ വേട്ടയാടുന്നു.
ഇതിനെല്ലാം ഇടയിൽ ആ പഴയ ഭീകരാക്രമണ കേസ് തുമ്പും തെളിവുമില്ലാതെ ഇഴയുകയാണ്. ഇത് കഴിഞ്ഞ ആഴ്ച സെപ്റ്റംബർ 11 പറ്റി കണ്ട ഒരേ ഒരു വാർത്ത. 2 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും മുഖ്യപ്രതിയുടെ വിചാരണ പോലും തുടങ്ങിയില്ല. അതെ, വിചാരണ തുടങ്ങിയില്ല. പക്ഷേ ശിക്ഷ നടപ്പാക്കി കഴിഞ്ഞു. ലക്ഷങ്ങളെ കൊന്നുകൊണ്ട്, സംസ്കാരങ്ങളെ തകർത്തുകൊണ്ട്, സ്വാതന്ത്ര്യങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട്, വിചാരണയില്ലാതെ, അന്വേഷണങ്ങൾ പോലും തീരാതെ. ഭീകരാക്രമണ വേളയിൽ കെട്ടിടങ്ങൾ തകരാൻ കാരണമെന്തായിരുന്നു? വ്യക്തമായ ഉത്തരം ഇന്നും ലഭ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടുന്നു ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും ആർക്കിടെക്റ്റുകളും. 2200 എഞ്ചിനീയർമാരും ആർക്കിടെക്റ്റുകളും അടങ്ങുന്ന ആർക്കിടെക്ട്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ഫോർ 9/11 ട്രൂത്ത് സർക്കാർ വാദങ്ങളെ തള്ളുന്നു. Videotape of the collapse itself. Describe that. Now we go to videotape the collapse of this building. It's amazing. Amazing, incredible, pick your word. For the third time today, it's reminiscent of those pictures we've all seen too much on television before when a building was deliberately destroyed by well-placed dynamite to knock it down. Mr. Gage, that was Building 7. Dan Rather narrating on CBS Live. It sure was. And most Americans are completely unfamiliar with this. In fact, architects and engineers around the world, mostly all unfamiliar with the third worst structural failure in modern history. I mean, here is a 47-story skyscraper. At 5:20 in the afternoon, it drops like a rock, and I mean this fast. Free fall acceleration, straight down, uniformly, symmetrically, as you saw. Now, a building with 40,000 tons of structural steel cannot fall straight down like we saw due to normal office fires, the official reason given us by NIST, the National Institute of Standards and Technology, without all 80 columns on each floor being removed simultaneously and then synchronistically timed floor by floor. So, Peter, we've seen this like the old hotels in Las Vegas, and as our viewers just saw, it looks exactly like a controlled demolition. വിമാനം ഇടിച്ചുണ്ടായ തീപിടുത്തമാണ് കെട്ടിടങ്ങളെ തകർത്തത് എന്ന വാദം ശാസ്ത്രീയമായി നിലനിൽക്കില്ല എന്ന്. നിയന്ത്രിത തകർക്കൽ, കൺട്രോൾഡ് ഡെമോളിഷൻ ആണ് നടന്നത് എന്ന് ലക്ഷണങ്ങൾ തെളിയിക്കുന്നുണ്ടത്രേ. ഈ മൂന്നാം കെട്ടിടത്തിൻ്റെ തകർച്ച ഔദ്യോഗിക വിശദീകരണം തെറ്റാണെന്ന് തെളിയിച്ചു. ഈ പറയുന്നവർ ഗൂഢാലോചനാ സിദ്ധാന്തക്കാരല്ല. സമഗ്രമായ അന്വേഷണമാണ് ഇത്തരത്തിലുള്ള അനേകം സംഘടനകൾ ഇന്നും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 21 വർഷം വിചാരണ തുടങ്ങിയില്ല. സർക്കാർ ആകട്ടെ കേസും വിധിയും ശിക്ഷയുമൊക്കെ മുഴുമിപ്പിച്ചു. മാധ്യമങ്ങൾ അനുസ്മരണമെന്ന അനുഷ്ഠാനം പോലും നിർത്തി. 21 വർഷം കൊണ്ട് ആ 3 കെട്ടിടങ്ങളെപ്പോലെ അതിൻ്റെ സമഗ്ര വിവരങ്ങളും പുകയായി മാഞ്ഞു തുടങ്ങുന്നു. ഈ ലക്കം മീഡിയ സ്കാൻ ഇത്രമാത്രം. വിശേഷങ്ങളും ദൃശ്യങ്ങളും media1@mediaonetv.in എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾ കാണാൻ സന്ദർശിക്കുക mediaoneonline.com, facebook.com/m1mediascan.